അനീതി എവിടെ നടന്നാലും ഞാൻ അവിടെ എത്തിയിരിക്കും. എന്തോ എങ്ങനെ മൂവി ശങ്കർ ഇസ് ബാക്ക് മാൻ എന്നൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല എടുക്കേണ്ട പടം. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചോ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഞങ്ങൾ ഇന്ത്യൻ 2 കണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വന്നതാ. വീണ്ടും നിങ്ങളോ? കുത്ത് ശങ്കറിന് കൊടുത്ത മർമ്മം നോക്കി കൊടുക്കും അല്ലേ? അത് കിട്ടുന്ന ശങ്കറിനാണ്. മുൻകാല സിനിമകള് ഉള്ളത് കാരണം കൊണ്ട് തൽക്കാലം അത് ചെയ്യണില്ല. നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവൻ. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? നീ തീർന്നടാ, നീ തീർന്നു. തീരട്ട്. என்ன சார் ശങ്കർ സാർ പണി വെച്ചിരിക്കുന്ന സാർ ഭയങ്കര ബോർ പടം. 916 മലങ്കൾട്ട് മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണ്ട് ഇവിടെ പോയിട്ട് ഇപ്പോൾ തായിലാണ് കണ്ടത്. തായ്പൈ അവിടെ നിന്ന് പേ പിടിച്ച മാതിരി പുള്ളി വരുവാണ്. ഇതാണ് കോല. ഇതാ ഇത് തന്നെ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇന്ത ലുക്കിൽ ഇരിക്കണം നമ്മുടെ താത്ത. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. എന്നെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. അങ്ങനെ പവനായി ശവമായി ശങ്കർ ഇദ്ദേഹത്തെ കൊണ്ടുതാ ഇങ്ങനെ കുത്തുന്ന സമയത്ത് എങ്ങനെ എന്താ എന്തുപറ്റി? அந்த ஆட்டம் போய் பாரு, அந்த டோம் அண்ட் ஜெர்ரி ஆட்டம். അതെ, ഇടിച്ചെന്ന് ജയിച്ചില്ലേ, ഇനി മതിയാക്കിക്കോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. ഇന്ത്യൻ 3 എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതൊക്കെ ഒരു സസ്പെൻസ് ആയി നിൽക്കട്ടെ. നല്ല കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ.